ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മെക്സിക്കൻ റൈസാണ്. അത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൈസൊന്നുമല്ല. നമ്മുടെ ഈ മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ വെച്ച് നമുക്കൊരു മെക്സിക്കൻ റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയും ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. അതിന് 2 ഉള്ളി വേണം, കുഞ്ഞതായിട്ട് അരിയണം. ഞാൻ ഇത് അരിയാൻ പോകുന്നതേ ഉള്ളൂ, അതിന് മുമ്പ് ഒന്ന് കാണിച്ചു തരാം. ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ റെഡ് ഗ്രീൻ കളറിൻ്റെ പകുതി, ഓറഞ്ച്, യെല്ലോ, ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഒരു കളറേ ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഒരു പകുതി ചേർക്കുക. പിന്നെ മല്ലിയില ഒരു ബഞ്ച് വേണം. പിന്നെ ഒരു ഹാഫ് ലെമൺ വേണം. 3 ഗാർലിക് വേണം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ നല്ലത്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റെഡ് കിഡ്നി ബീൻ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പാക്കറ്റിൽ ടിന്നിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ രാജ്മയൊക്കെ ഉണ്ടാക്കുന്ന അത് ഞാനൊന്ന് വേവിച്ച് വെച്ചേക്കുക. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ കോൺ കണ്ടോ, ഇതിങ്ങനെ നമുക്ക് ഫ്രോസനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം, നമുക്ക് ഈ ക്രഷ്ഡ് ടൊമാറ്റോ ക്യാൻഡായിട്ട് കിട്ടും, അത് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ 3 ടൊമാറ്റോ പഴുപ്പെടുത്താലും മതി, അത് 1 കപ്പ് വേണം. പിന്നെ 3 കപ്പ് ബാസ്മതി റൈസ് ഞാൻ സോക്ക് ചെയ്ത് വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പൊടികളോട് ചേർക്കണം, അത് ഞാൻ പുറകാലം റെഡിയല്ലേ. വെജിറ്റബിൾസും എല്ലാം അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. മെക്സിക്കൻ റൈസിന് വേണ്ടി ഒരു 1.5 കപ്പ് ക്യാപ്സിക്കം വരും. നിങ്ങൾക്ക് ഗ്രീനേ ഉള്ളെങ്കിൽ 1.5 കപ്പ് ഗ്രീൻ എടുക്കുക. ഏത് കളറാണ് ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരു 1.5 കപ്പ് 2 കപ്പ് വരെ മാക്സിമം പറ്റുമേ. അപ്പോൾ അതനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഞാൻ വലിയൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചു. അതിനെയും ഫ്ലെയിം ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ പാൻ ചൂടായി. ഞാൻ കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. 2 3 ആയാലും കുഴപ്പമില്ല. ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായി കഴിയുമ്പം 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. അതൊന്ന് മെൽറ്റ് ആകട്ടെ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഈ ഗാർലിക്ക് 3 ഗാർലിക്ക് അരിഞ്ഞു വെച്ചിരുന്നു, അതും ഓനിയനും കൂടെ ചേർക്കാൻ പോവാം. ഇനി കുക്കിംഗ് എല്ലാം വളരെ എളുപ്പം നടക്കുന്നത്. ഒത്തിരി ബ്രൗൺ ഒന്നും ആവണ്ട, ചെറിയൊന്ന് ഷാലോ ആയാൽ. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു ശകലം ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എനിക്ക് ചില്ലി ഫ്ലേക്സും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അതുകൂടെ എടുത്തത്. ഒരു 1 മിനിറ്റ് ഇങ്ങനെ കിടന്നോട്ടെ. നെക്സ്റ്റ് ക്യാപ്സിക്കം ഇടുവാണേ. ഒരു 1.5 കപ്പ് ക്യാപ്സിക്കം. അതൊരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ ഒരുമാതിരി വഴന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂരിയാണ്. ഒരു 3/4 കപ്പ്
ഞാൻ എടുത്തിട്ടുണ്ട്. കൂടുതൽ ഇപ്പോൾ 1 കപ്പ് എടുത്താലും കുഴപ്പമില്ല. ഒരു 3 തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ ഇതിലോട്ട് ഒഴിക്കുക. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത് മസ്റ്റായിട്ട് വേണം. ജീരകപ്പൊടി മെക്സിക്കൻ റൈസിൽ ക്യുമിൻ സീഡ് അവർ ഇടാറുണ്ട്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടു. പിന്നെ ഇത് ഓപ്ഷണലായിട്ടൊരു കാര്യമാണ്. ഈ ടാക്കോ സീസണിങ് മിക്സ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതിലൊരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഇട്ടാൽ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഞാൻ എടുത്തേക്കുന്നത്. അത് നല്ലൊരു ഫ്ലേവറാണ്. അപ്പം കുറച്ചത് ഇടുക. ഇത് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓർഗാനോയും 1 നുള്ള 1/2 ടീസ്പൂൺ വരെയാണ്. ഇത്രയും സാധനങ്ങൾ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടേ ഉപ്പ് നോക്കുന്നുള്ളൂ, ഉപ്പിടത്തുള്ളൂ. ഇനി ഞാൻ ഒരു 20 മിനിറ്റോളം കുതിർത്ത് വെച്ച ഈ ബാസ്മതി റൈസ് ഇതിലോട്ട് ഇടുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 5 കപ്പ് ചൂടുവെള്ളം ഇതിലോട്ട് ഇനി ഒഴിക്കാൻ പോവാണ്. റൈസ് ഒരു 6-7 മിനിറ്റ് വെന്ത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് വെള്ളം പറ്റിക്കൊണ്ടിരിക്കുമ്പം നമ്മളന്ന് ബോയിൽ ചെയ്ത് വെച്ച രാജ്മ അല്ലേ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഒരു സാധനം കൂടെ, ഈ കോണും കൂടെ. അത് രണ്ടും ഒന്ന് ഇങ്ങനെ കിടക്കട്ടെ. നമുക്ക് പിന്നെ മിക്സ് ചെയ്യാം. ഇത് വെള്ളമെല്ലാം ഇനിയും പറ്റി വരും. നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. ഞാനിനിയും കുറച്ച് മല്ലിയില ഫൈനലായിട്ട് ഇടുവാണ്. അതിൻ്റെ കൂടെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും. പിന്നെ ഒരു ഓപ്ഷനായിട്ട് ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് മൊസറല്ല ചീസോ ചെഡാർ ചീസോ ഇടാമെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഈ റൈസിന്. അപ്പോൾ അതും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ കൊട്ടാൻ പോകും. നമ്മുടെ മെക്സിക്കൻ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പോവാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മെക്സിക്കൻ റൈസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് സൈഡ് ഡിഷായിട്ടൊന്നും ആവശ്യമില്ല. നല്ല വെജിറ്റബിളൊക്കെ ഇട്ടുകൊണ്ട് ഇത് മാത്രമായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഒരു സൽസ പോലെ നമുക്ക് തക്കാളിയും ഉള്ളിയും ഇച്ചിരി നാരങ്ങയും ഉപ്പും കൂടി ഇട്ട് അത് വേണമെങ്കിലും സൈഡായിട്ട് യൂസ് ചെയ്യാം. ഞങ്ങൾ ഇത് മാത്രമായിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. Till then, bye-bye.